ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി. നിലവിൽ വണ്ടിക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല. ഫ്രണ്ട് വീല് ടയർ പുതിയതിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് റൈറ്റ് സൈഡ് തേമാനം കൂടുതലായിട്ട് കാണിച്ചേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നിന്നൊരു സൗണ്ട് വ്യത്യാസം, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കംപ്ലൈൻറ്റ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഈ മീറ്ററിൻ്റെ കേബിൾ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് കാര്യങ്ങൾ വന്നിട്ട് അത് രീതി എന്നുള്ള സൗണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട്. അത് കൂടാതെ കൊണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടർ വലിഞ്ഞു പോയേക്കാണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കേബിൾ എന്ന് പറയുമ്പോൾ 2 ബ്രേക്ക് കേബിളും മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ വണ്ടി ഓൾറെഡി വരുമ്പോൾ നല്ല രീതിയിൽ ഫ്രണ്ട് ബ്രേക്ക് ജാമായൊരു കണ്ടീഷൻ, അതിന് തൊട്ടായി ഞാൻ ചാടി പിടിക്കുന്ന ഒരു കണ്ടീഷനിലാണ് നിന്നായിരുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്ക് വലിയാനായിട്ട് ഒട്ടുമില്ല. അതുകൊണ്ടോ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇന്നർ ഉള്ളിലേക്ക് കയറി പോകണമല്ലോ, അതിനുള്ള കണ്ടീഷനിലില്ല. 2 കേബിളും ഔട്ടർ വലിഞ്ഞേക്കണേ. പിന്നെ ഫ്രണ്ടിലത്തെ ബുഷുകൾ, ഈ ബുഷൊക്കെ ഫുള്ള് പോയി കിടക്കുക. ഇതിൻ്റെയാണ് ആ സൈഡ് വലിയും കാര്യങ്ങളും ആ ടയറിൻ്റെ തേമാനം കൂടുതൽ കാണിക്കാനുള്ള കാരണം. നോർമലി ചെറിയൊരു വേരിയേഷൻസ് സാധാരണ രീതിയിൽ വരാറുണ്ട്, പക്ഷേ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്. കാരണം കൂടുതൽ വന്നിട്ടുണ്ടാവാം ഇത്രയും പ്ലേ ഉള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നത് ഫൈബർ ബുഷ്, ഫൈബറും മെറ്റലും കൂടിയിട്ടുള്ള ബുഷുകളാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഈ ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലി നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഇല്ല, ഷോക്കിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് ആ ബുഷ് സെറ്റും ഈ കുഷൻ അസംബ്ലിയുടെ റബ്ബറും മാറ്റാം, സ്പീഡോമീറ്ററുകൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ. ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമാണ് നമുക്ക് പറഞ്ഞിട്ട് വർക്കുള്ളൂ, അത് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. പിന്നെ ഫ്രണ്ട് നമുക്കിപ്പോൾ ഈ കവറൊക്കെ കഴിക്കുമ്പോൾ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ 2019 ബാറ്ററി കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയായിരുന്നു, ബാറ്ററി ഫെയിൽഡായിട്ടാണ് കാണിക്കണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടാം കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ചെക്കിന് 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ഉണ്ടോ, അത്യാവശ്യം വോൾട്ട് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടോ. നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഫ്രണ്ട് അത് അഴിച്ചത് കൊണ്ട് കൂട്ടത്തിൽ കൂടെ നോക്കിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാറ്ററി മാറ്റണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മളിപ്പോൾ അനുഭവം ചെയ്തു എന്ന് മാത്രം. ഇപ്പോൾ വേണമെങ്കിലും കംപ്ലൈൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിയത്തെ സ്പീഡോമീറ്റർ കേബിള്, ബ്രേക്കിൻ്റെ കേബിളുകൾ, ബുഷ് സെറ്റ്, അതെല്ലാം പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.